പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലെ കൊയിലാണ്ടി ബദ്രിയ മദ്രസയുടെ അങ്കണത്തിലാണ്. ഇവിടെ ഇന്ന് നല്ലൊരു കാരുണ്യ പ്രവൃത്തി, അല്ലെങ്കിൽ എന്താ പറയാ, ആളുകളൊക്കെ തന്നെ ഒരു നല്ല സത്പ്രവർത്തിയുടെ ഭാഗമായിട്ട് മാറുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. തണൽ തണൽ വടകര, അല്ലെങ്കിൽ തണൽ എന്ന് പറഞ്ഞാൽ തന്നെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. ആതുര സേവന രംഗത്തായിക്കോട്ടെ, അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തായിക്കോട്ടെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി വിജയത്തിന്റെ ഓരോ പടികളും കയറുന്ന ഒരു സംഘം തന്നെയാണ് തണൽ. അപ്പൊ തണലിൽ ഒരുപാട് ചെലവുകളുണ്ട്. ഡയാലിസിസ് സെന്ററുകളുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, തണൽ എടച്ചേരി. അപ്പൊ അതിനൊക്കെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പയറ്റ്. ആ ജനകീയ പയറ്റാണ് കൊയിലാണ്ടി ബദരിയ മദ്രസയുടെ അങ്കണത്തിൽ. അപ്പോൾ ഇതിന് ഒരൊറ്റ മനസ്സായിക്കൊണ്ട് ഒരു നാട് മുഴുവൻ ആ മദ്രസാങ്കണത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ. ഇതിനെ ഞാൻ പേരിടുന്നത് സ്നേഹപ്പയറ്റ് എന്നാണ്. കാരണം ഇവിടെ ആരും വിളിച്ചിട്ടോ ക്ഷണിച്ചിട്ടോ കത്തടിച്ച് വിളിച്ച് കൊണ്ടുവന്ന ആളുകളൊന്നുമല്ല. അതിനപ്പുറത്ത് തണലിനെ സ്നേഹിക്കണമെന്ന് മനസ്സായി ഉറപ്പിച്ചുകൊണ്ട് വരുന്ന കുറേ മനുഷ്യന്മാരാണ് കേട്ടോ അവരൊക്കെ. അവർ വരുന്നു, ഇവിടെ ആളുകളൊക്കെ സ്വീകരിച്ച് അവർ ഇരുത്തുന്നു. ഒരു കുടുംബം പോലെ വരുന്ന ആളുകളൊക്കെ സ്വീകരിച്ച് അവിടെ കസേരയിൽ ഇരുത്തി അവർക്ക് നല്ല സ്നാക്സ് ഒക്കെ കൊടുക്കുന്നു. ചെറിയ മക്കളൊക്കെ കണ്ടോ, എല്ലാവരും സജീവമാണ് അവിടെ. പിന്നെ പ്രായത്തിൻ്റെ അവശത നോക്കാതെ വലിയ നല്ല പ്രായമുള്ള ആളുകൾ മുതൽ ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഉണ്ട് അവിടെ. അപ്പൊ അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ, തണലിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുക. തണലിലല്ലാതെ വേറെ ആർക്കും വേണേൽ നമ്മളിങ്ങനെയൊക്കെ പണിയെടുക്കുക. കാരണം വാക്ക് കൊണ്ടല്ല തണല്, പ്രവൃത്തി കൊണ്ട് തണല് കേരളത്തിന് പുറത്തും മാതൃക കാണിച്ചു കൊണ്ടിരിക്കുകയാണ് തണല്. വാക്ക് കൊണ്ടുപോലും തണലിനെ സഹായിച്ചാൽ ഞാൻ പറയുന്നത് അതൊരു സത്പ്രവൃത്തിയായിരിക്കും. ഇവിടെ ഇതാ സ്നാക്സ് ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അമീൻ ബാഫക്കിയുടെ ഗാനമേള, മുട്ടിപ്പാട്ട് നടക്കുന്നുണ്ട്. അമീൻ ബാഫക്കി മുട്ടിപ്പാട്ടുമായിട്ട് ഈ തണലിലെ ഈ കാരുണ്യപ്പയറ്റ് അല്ലെങ്കിൽ സ്നേഹപ്പയറ്റിനെ സംഗീത സാന്ദ്രമാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും കഴിയുന്ന ഓരോ കാര്യങ്ങൾ അവരൊക്കെ തണലിന് വേണ്ടി ചെയ്യാണ്. ഷെബീറൊക്കെ നല്ല ഉഷാറായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ആർക്കാണ് എപ്പോഴാണ് രോഗം വരിക ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കൈത്താങ്ങായിട്ട് സ്നേഹത്തിന്റെ തണൽപ്പരപ്പായിട്ട് മാറുന്നുണ്ട് ഈ ഒരു തണൽ എന്ന് പറയുന്നത്. സ്നേഹത്തണൽ എന്ന് തന്നെ പറയാം. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസിലായിരുന്നു 3 മണി മുതൽ ഇന്നലെ രാത്രി ഏകദേശം 9 മണി വരെയുള്ള പരിപാടി. ഇത് ആളുകളൊക്കെ പണം കൊണ്ടുവന്ന്, സാധാരണ നമ്മൾ പണം പയറ്റ് പോലെ തന്നെ ആ പണം പയറ്റിലേക്ക് ആളുകൾ പണം കൊണ്ടുവരുന്നു, അത് എഴുതി വെക്കുന്നു, പിന്നെ അത് എഴുതി വെക്കുന്നു. ഓരോരുത്തരായി അവിടെ പണം പയറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ആര് കത്തടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വിളിച്ചു പോരണ്ടോ നിർബന്ധിച്ചിട്ടോ വരുന്നതല്ല. മനസ്സുറപ്പിക്കുകയാണ് അവര്. തണലിൽ ഞാൻ എൻ്റെ ഒരു വിഹിതം കൊടുക്കുമെന്ന് ഉറപ്പിച്ച് ആ പണവുമായിട്ടാണ് ഈ ഒരു സ്നേഹപ്പയറ്റിലേക്ക് അവർ വരുന്നത്, അല്ലെങ്കിൽ ജനകീയ പണം പയറ്റിലേക്ക് വരുന്നത്. എല്ലാ വിഭാഗ ആളുകളുണ്ട്. സമൂഹത്തിലെ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ വരെ അവിടെ വരുന്നുണ്ട്. അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ബിരിയാണി ചലഞ്ച് തണലിന് വേണ്ടി നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ ഉത്തരേന്ത്യയിലേക്കുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആളുകളുടെ വിശപ്പകറ്റുന്ന, ആളുകൾക്ക് ആശ്വാസമേകുന്ന, രോഗപീഠയാൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്ന, പ്രത്യേകിച്ച് കിഡ്നി രോഗികളെ സഹായിക്കുന്ന തണലിനെ അല്ലാതെ നമ്മൾ വേറെ ആരെയാ സഹായിക്കാം? ഞാൻ പറഞ്ഞൊരു ഈ ജനകീയ പണം പയറ്റിൽ മാത്രം നമ്മൾ പണം നിക്ഷേപിച്ചാൽ പോരാ. നമുക്കൊക്കെ കിട്ടുന്നതിൽ നിന്നും ഒരു വിഹിതം തണലിന് വേണ്ടി മാറ്റിവെക്കണം. നമുക്കൊക്കെ കിട്ടുന്നതിൽ നിന്നും ഒരു വിഹിതം തണലിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ചിലപ്പോൾ തണലിനെ സ്നേഹിച്ചതിന്റെ പേരിലായിരിക്കും. പഴയകാല പെട്രോൾ മാക്സ് ഒക്കെ ഉണ്ട് ഇവിടെ, എല്ലാം സെറ്റ് ചെയ്തൊരു പുതിയ ആംബിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എന്തായാലും തണലിന്റെ പ്രവർത്തകരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അവരെ നന്ദിപൂർവ്വം സ്മരിക്കണം. അവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ. എല്ലാവരും വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട്, സ്നാക്സ് ഒക്കെ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വരുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് നേരെ മദ്രസയുടെ ഹാളിലാണ് പെണ്ണുങ്ങൾ, ആണുങ്ങൾ ഇപ്പുറത്തും. അങ്ങനെ അവിടെ പിന്നെ പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ വനിതാ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. എല്ലാവരും
ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒഴുകിയെത്തുകയാണ് തണലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പഴയ നമ്മുടെ മൈക്രോഫോൺ ഇതൊക്കെ കോളാമ്പിയൊക്കെ ഈ ഇക്കയൊക്കെ ഇരിക്കുന്നുണ്ടോ, സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്നു പോകുന്നതാ. എന്തിനാ വരുന്നത്? വീട്ടിൽ റെസ്റ്റ് എടുക്കാം, പക്ഷെ എന്നാലും അതൊക്കെ മറന്നുകൊണ്ട് അവരൊക്കെ വരുന്നത് തണലിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമൊക്കെ തന്നെ വീട്ടിലേക്ക് ഇരുന്നു പോയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട് തണലിനെ സഹായിക്കാൻ വേണ്ടി. അവരൊക്കെ എന്താ പറയാ, രാത്രി 9 മണി വരെയൊക്കെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ തണൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വികാരമാണ്. ആർക്കാണ് എപ്പോഴാണ് രോഗം വരിക എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആദ്യം മൂടി വെക്കുന്ന കരങ്ങൾ തണലിന്റെ കരങ്ങൾ തന്നെയാണ്. എടച്ചേരിയിലെ തണലിന്റെ സെന്ററിൽ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും തണലിന്റെ ആ ഒരു സേവനത്തിന്റെ അല്ലെങ്കിൽ തണൽ ചെയ്യുന്ന നന്മയുടെ ആഴമെന്നത്. വടകര താഴങ്ങാടിയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ തണലിന്റെ ഒട്ടനവധി ഡയാലിസിസ് സെന്ററുകളുണ്ട്. അവിടെയൊക്കെ പോയാൽ നമുക്കറിയാം തണൽ എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം എന്താണ് എന്നുള്ളത്. നമുക്കറിയാം പ്രശസ്തനായിട്ടുള്ള ഖാലിദ് ഗുരുക്കളും സംഘവും, തൊട്ടടുത്ത് നമ്മൾ അക്കാദമി അവാർഡ് ജേതാവ് മൂസക്കുട്ടിയുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ സംഗീതവും കോൽക്കളിയും ഒക്കെ തന്നെ തണലിന് വേണ്ടി ദാനം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും തണലെന്ന് പറയുന്നത് ഒരു പൊതുവികാരമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തണലിനെ നമ്മൾ സഹായിക്കുക, വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും നമുക്ക് കഴിയുമെങ്കിൽ തണലിൻ്റെ ഒരു വക്താക്കളാക്കി മാറിക്കൊണ്ട് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് തണലിന് വേണ്ടി നീക്കി വെക്കുന്ന ആളുകളെ നമ്മളൊക്കെ മാറണം. തണലെന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സ്നേഹത്തണൽ തന്നെയാണ്. ആ തണൽ എന്താ പറയാ, ഇദ്രീസ് ഡോക്ടർ നേതൃത്വത്തിൽ അതിങ്ങനെ കേരളവും കടന്നിങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നന്മകൾ അതെവിടെ കാണുമ്പോഴും നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കണം എന്നുള്ളതൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാക്കുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വാക്കുകൊണ്ടും എൻ്റെ ഈ ഒരു ക്യാമറ കണ്ണുകൾ കൊണ്ടും ഞാനും തണലിനോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് തണലിൽ ഒരുപാട് പ്രവർത്തനം ഉണ്ടാവും. ഇവിടെ ഒന്നും തീരുന്നില്ല തണലിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ ഒരു ജനകീയ പണം പയറ്റൊന്നും തീരുന്നില്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും തണൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ തണലിൽ അങ്ങ് ചേർത്ത് പിടിക്കാം. ആയിരക്കണക്കിന് കിഡ്നി രോഗികൾക്ക് ആശ്വാസം വെക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരുപാട് പേർക്ക്, കിഡ്നി രോഗികൾ മാത്രമല്ല ഒരുപാട് പേർക്ക് തണൽ ആശ്വാസമാണ്. ആ തണലിനെ ഇല്ലാതെ പിന്നെ ആരെയാണ് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കേണ്ടത്? എന്തായാലും രാത്രി 9 മണിയായി. തൽക്കാലം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നന്ദി.